യേശു എല്ലാവരാലും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച കൊച്ചുത്രേസ്യ അതിനുവേണ്ടി അവസാനത്തോടെ രക്തം വരെ ചിന്തുവാൻ തയ്യാറായി. ഒരു വൈദികനാകുവാനും മിഷണറിയാകുവാനും രക്തസാക്ഷിയാകുവാനും ആഗ്രഹിച്ച അവൾ അവസാനം അവളുടെ ദൈവവിളിയുടെ രഹസ്യം കണ്ടുപിടിച്ചു. യേശുവിൻ്റെ ശരീരമാകുന്ന തിരുസഭയിൽ തൻ്റെ സ്ഥാനം തിരുസഭയുടെ ഹൃദയത്തിലാണ്. അതായത് തിരുസഭയിലൂടെയുള്ള യേശുവിൻ്റെ രക്ഷണീയ പദ്ധതി അതിൻ്റെ സർവ്വവ്യാപ്തിയിലും ആഴത്തിലും സ്വീകരിക്കുക. കാലമനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തനപഥത്തിൽ എത്തിക്കുന്ന തിരുസഭയുടെ തീക്ഷ്ണതയിലും ആവേശത്തിലും ദൈവിക നന്മകളുടെ സ്വീകരണത്തിലും ദൗത്യനിർവഹണത്തിലും പങ്കാളിയാവുക. തിരുസഭയിലൂടെ ഈ വിശുദ്ധീകരണ ശക്തി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ കൈക്കൊള്ളാൻ കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചു. ഇതാണ് യേശുവിൻ്റെ ഒരു മിഷണറി ദൗത്യം. ഈ ദൗത്യം മനസ്സിലാക്കി കൊച്ചുത്രേസ്യ തൻ്റെ ദൈവവിളിയുടെ രഹസ്യത്തിലേക്ക് കടന്നു ചെന്നു. സ്നേഹം എല്ലാ ദൈവവിളിയിലും ഉൾക്കൊള്ളുന്നുവെന്നും സ്നേഹമാണ് സമസ്തവുമെന്നും അവൾ മനസ്സിലാക്കി. സന്തോഷത്തിൽ മതിമറന്ന് അവൾ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: ഓ യേശുവേ, ഞാൻ അവസാനം എൻ്റെ ദൈവവിളി കണ്ടെത്തി. എൻ്റെ ദൈവവിളി സ്നേഹമാണ്. തിരുസഭയാകുന്ന എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ എൻ്റെ ജോലി സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാമായി തീരുവാൻ, എല്ലാ ദൈവവിളിയും സ്വീകരിക്കുവാൻ ഞാൻ കഴിവുള്ളവളാകും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുത്തെ വചനമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതി.